കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPIM-ന് വിമർശനം. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നാണ് വിമർശനം. CPIM നേതാക്കളുടെ ഇടപെടൽ ജനകീയമായിരുന്നില്ലെന്നും വിമർശനമുയർന്നു. പിണറായി വിജയന്റെ പ്രസ്താവനകൾ തിരിച്ചടിച്ചെന്നും അഭിപ്രായമുയർന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടരുകയാണ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, നേരത്തെ തന്നെ തോറ്റ പല MLA-മാരും ജനപ്രതിനിധികളും CPM-നോട് പരോക്ഷമായി CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ വോട്ടുണ്ടായി, CPM അണികളുടെ ഭാഗത്തു നിന്ന് നിഷേധ വോട്ടുണ്ടായി എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നമ്മളോട് തന്നെ നടത്തിയതാണ്. അതിനപ്പുറത്തേക്ക് ഈ യോഗത്തിൽ തുറന്നടിച്ചോ നേതാക്കൾ? പല MLA-മാർക്കും വിമർശനമുണ്ടെന്ന് കേൾക്കുന്നു. ഗോകുൽ, അസിത, തീർച്ചയായിട്ടും വലിയ വിമർശനം തന്നെയാണ് CPIM-നെതിരെ നടക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വലിയ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. CPM-ന്റെ നേതാക്കൾക്ക് താഴെത്തട്ടിലുള്ള അണികളുടെ പൾസ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഈ നേതാക്കൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. CPM-നുണ്ടായ ഒരു തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് അടക്കം മറ്റ് LDF-ന് മൊത്തത്തിൽ ഉണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ നേതാക്കളുള്ളത്. ഓരോ ജില്ലാ പ്രസിഡന്റുമാരും അവരുടെ വിമർശനം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. പല ജില്ലാ പ്രസിഡന്റുമാരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ഒപ്പം തന്നെ മുൻ MLA-മാരടക്കമുള്ളവർ ഈ സമാനമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്നത്. ഈ CPIM അണികളുടെ വോട്ട് ലഭിച്ചില്ല. നേരത്തെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് ആ കാര്യം നമ്മളോട് പറഞ്ഞത്. അതായത് ഈ CPI നേതാക്കൾക്കെതിരെയുള്ള CPM അണികളുടെ എതിർപ്പ് ക്രോസ് വോട്ടായി അല്ലെങ്കിൽ നെഗറ്റീവ് വോട്ടായി മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അതേ നിലപാട് തന്നെ ഈ കമ്മിറ്റിയിലും ഉയർന്നു കേൾക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രമോദ് നാരായൺ അടക്കമുള്ള ചില അവരുടെ നേതാക്കൾക്കെതിരെ, ഈ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിച്ചില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളൊരു വിമർശനം വരുന്നു. ഒപ്പം തന്നെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കൂടി കടന്നിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. പക്ഷെ അത് കൃത്യമായി ആരും പുറത്തേക്ക് പറയുന്നില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ആ വിവരങ്ങൾ കൂടി പുറത്തു വരും. നേരത്തെ തന്നെ UDF-ലേക്ക് പോകാൻ വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ആ സാധ്യത പ്രയോജനപ്പെടുത്തി മുന്നണി മാറാതിരുന്നത് വലിയ തിരിച്ചടിയായി. ഈ ഒരു തിരിച്ചടിക്ക് കാരണം അതാണെന്നുള്ള പരാമർശങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ആ വിഷയം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ യോഗം ചേരുന്നതിന് മുന്നോടിയായി തന്നെ ജോസ് കെ മാണി ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പുറത്തു പോകരുത്, അതുപോലെ തന്നെ സംയമനം പാലിക്കണം, ഒപ്പം തന്നെ ഒറ്റക്കെട്ടായിട്ട് ഈ തോൽവിയിലും ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ 76 പേരോളമാണ് ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമേ ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് എല്ലാവരും എത്തിയിരുന്നില്ല, വളരെ വൈകിയൊക്കെയാണ് പലരും എത്തിയത്. സാധാരണ ഈ യോഗം തുടങ്ങുമ്പോൾ വലിയ ഈ നേതാക്കളെല്ലാം തന്നെ കൃത്യസമയത്ത് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുഴുവൻ ആളുകളും പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും യോഗം പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.